السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള കാരണമാക്കി ഞങ്ങൾക്കിതിനെ മാറ്റിത്തരണേ റഹ്മാനെ. സ്വഹാബാക്കിറാമിൻ്റെ കൂടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജന്നത്തിൽ പ്രവേശിക്കുവാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ഹബീബിൻ്റെ സാമീപ്യമാണ്. ഹബീബിനെ കാണണം ഞങ്ങൾക്ക്, ഹബീബിനെ കേൾക്കണം ഞങ്ങൾക്ക്, ഹബീബിനെ അനുഭവിക്കണം ഞങ്ങൾക്ക്, ഹബീബിലൂടെ ജീവിക്കണം ഞങ്ങൾക്ക്. തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇഷ്കിൻ്റെ തല്ലജങ്ങളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിൻ്റെ ബാക്കിയും സൽമാൻ തങ്ങൾ എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ മുസ്ലിമായി, അടിമയായിരുന്നതിനാൽ ബദറിലും ഉഹദിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാണാൻ വന്നു. എന്നിട്ട് എൻ്റെ യജമാനൻ, ജൂതനാണല്ലോ, ബനു ഖുറൈള ഗോത്രത്തിൽ ഒരാളാണ്, യജമാനനുമായി മോചനക്കരാർ എഴുതാൻ എന്നോട് നിർദ്ദേശിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങൾ മോചനക്കരാർ എഴുതുക. എന്നിട്ട് മോചനക്കരാർ എഴുതാൻ എത്ര സംഖ്യ റെഡിയായി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി കൊടുത്താൽ മതി. അത് റെഡിയായി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും, ഹുറാവാൻ പറ്റും, സ്വതന്ത്രനാവാൻ പറ്റും. അപ്പോൾ അത് എഴുതി. അങ്ങനെ നബി തങ്ങൾ സ്വഹാബികളോട് എല്ലാവരോടും പറഞ്ഞു, സൽമാനെ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ സഹായിച്ചു. എല്ലാവരും കൂടെ പൈസ പിരിവിട്ടിട്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്ര മുസ്ലിമായി ജീവിക്കാൻ അവരെല്ലാവരും സഹായിച്ചു. പിന്നീട് ബദറും ഉഹദിലും പങ്കെടുത്തില്ല. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഖന്തക്കിലും മറ്റു യുദ്ധങ്ങളിലൊക്കെ എനിക്ക് പങ്കുകൊള്ളാൻ കഴിഞ്ഞു എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കേൾക്കണോ? നിസ്വാർത്ഥനായി ജീവിച്ച, ത്യാഗിയായ, ഭക്തനായ, വിവേകവും വിചാരവും എല്ലാം കൃത്യമായി ഉള്ള മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെയായിരുന്നു എന്നിവരെ പറയുന്നുണ്ട്. മഹാനായ അബൂദർദ റളിയല്ലാഹുവിൻ്റെ കൂടെ കുറച്ചു കാലം ഒരേ വീട്ടിലാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ രാത്രി മുഴുവനും നിസ്കാരവും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹു. ആരാധനയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ അതിരുകവിഞ്ഞ നിലപാടിനെ സൽമാനുൽ ഫാരിസി തങ്ങൾ എതിർത്തു എന്നാണ്. അവിടെ ചെന്ന് താമസിക്കുന്ന ഒരാൾ കൂടുതൽ നിസ്കരിച്ച് കൂടുതൽ നോമ്പ് വെറ്റതിന് എതിർത്തു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം സുന്നത്ത് നോമ്പിൽ നിന്ന് അബൂദർദാനെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമം നടത്തി. അത് അങ്ങനെ ചെയ്തപ്പോൾ സൽമാൻ ഫാരിസിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചു, എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ വ്രതം അനുഷ്ഠിക്കുന്നതും ഞാൻ നിസ്കരിക്കുന്നതും താങ്കൾ തടയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സൽമാൻ ഫാരിസി ഞങ്ങൾ മറുപടി, നിങ്ങളെ കണ്ണുകളോട് ചില ബാധ്യതകളുണ്ട്, നിങ്ങളുടെ ഭാര്യയോട് ചില ബാധ്യതകളുണ്ട്, നിങ്ങൾ വ്രതം എടുക്കുകയും വേണം, എടുക്കാതിരിക്കുകയും വേണം, നിങ്ങൾ നിസ്കരിക്കുകയും വേണം, ഉറങ്ങുകയും വേണം, ഇതെല്ലാം വേണമെന്ന് പറഞ്ഞു. മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് പ്രത്യേകമായ ജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ നബിതങ്ങൾ പറയാണ്. നബിതങ്ങൾ ഈ വിവരം അറിഞ്ഞു. അപ്പോൾ നബിതങ്ങൾ പറയാണ്, സൽമാൻ അപാര വിജ്ഞാനം നേടിയ ആളാണ്, സൽമാൻ എല്ലാം പഠിച്ച് റെഡിയാക്കി വന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, സൽമാൻ തങ്ങളെ കുറിച്ചായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നത്. സൽമാൻ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പരീക്ഷണം നടത്തി. തനിക്ക് ഒരുപാട് ആത്മീയ ഗുരുക്കളിലൂടെ അവരുടെ തർബിയത്തിലൂടെ വളർന്നു വന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടുത്ത ആത്മീയ ഗുരുവിനെ തേടിയിട്ടാണ് മദീനയിലെത്തിയത്. ഒന്നാമത്തെ പരീക്ഷണം കഴിഞ്ഞു, രണ്ടാമത്തെ പരീക്ഷണമാണ് ഇനി നടത്താൻ പോകുന്നത്. അങ്ങനെ സൽമാൻ തങ്ങൾ തന്നെ പറയാണ്, ഞാൻ മടങ്ങിപ്പോന്നു. പിറ്റേന്നും കുറച്ച് ഭക്ഷണമായി നബി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ഞാൻ കൊണ്ടുവന്ന ധർമ്മഭക്ഷണം, അതായത് സ്വതക്ക നിങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങളുള്ള ബഹുമാന സൂചകമായി ഞാൻ കുറച്ച് പാരിതോഷികം കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഭക്ഷണം തന്നെയാണ്. ഭക്ഷണപ്പൊതി ഞാൻ മുമ്പിൽ വെച്ചു കൊടുത്തു റസൂലുള്ളാന്റെ. അപ്പം നബിതങ്ങൾ ബിസ്മി ചൊല്ലി അത് കഴിക്കാൻ എല്ലാവരോടും പറഞ്ഞു. ഒപ്പമിരുന്ന് നബിതങ്ങൾ അത് കഴിക്കുകയും ചെയ്തു. പാരിതോഷികം ഭക്ഷിക്കുന്നു, സ്വതക്ക ഭക്ഷിക്കുന്നില്ല. ഇത് രണ്ടാമത്തെ ലക്ഷണമാണ് എന്ന് ഞാൻ മനസ്സിൽ കരുതി. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം, അപ്പോഴും യജമാനന്റെ കീഴിൽ ജോലി ചെയ്യണമല്ലോ സൽമാൻ തങ്ങൾ, കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു.
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഒരു ജനാസയുടെ കൂടെ ജന്നത്തുൽ ബഖീയിലേക്ക് പോവായിരുന്നു. സ്വഹാബികളുണ്ട്, അങ്ങനെ ജനാസ അങ്ങനെ ഇറക്കി വെക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നബി തങ്ങൾ ഒരു മുണ്ടെടുത്ത് മറ്റൊന്ന് പുതക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ ചെന്ന് സലാം പറഞ്ഞു. മാറി നിന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് ഞാൻ അടയാളം നോക്കുകയാണെന്ന് മനസ്സിലാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമലിൽ നിന്ന് തട്ടം എടുത്തു മാറ്റി. അതായത് തോളിൽ നിന്ന് നബിതങ്ങൾ ആ ഒരു റിദാ എടുത്തു മാറ്റി. ആ അടയാളം എന്നോട് എൻ്റെ നേതാവ് പറഞ്ഞിരുന്ന അതേ അടയാളം, പ്രവാചക മുദ്ര അദ്ദേഹത്തിൻ്റെ ഇരു കൈപ്പലകൾക്കിടയിൽ, ചുമലുകൾക്കിടയിൽ കണ്ടു. അപ്പോൾ ഓടിച്ചെന്ന് സൽമാൻ ഫാരിസ് തങ്ങൾ നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കരഞ്ഞുപോയി. എന്നിട്ട് ഭയങ്കര, ഒന്നും പറയാൻ കഴിയില്ല മൂപ്പര്, കാരണം മൂപ്പര് തെരഞ്ഞു നടക്കുന്ന ഒരു നേതാവിനെയാണ് കിട്ടിയത്. അപ്പം നബിതങ്ങൾ സൽമാനെ തോളിലിങ്ങനെ കൈ പിടിച്ചിട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് വിളിച്ച് അരികത്തിരുത്തി. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ സൽമാൻ ഫാരിസ് തങ്ങൾ എല്ലാം ഇതുവരെ മൂപ്പര് അവിടെ ഉണ്ടായിരുന്ന ജയ്യ് ഗോത്രത്തിലെ അന്നത്തെ തീനെ ആരാധിച്ചത് മുതലുള്ള എല്ലാ സംഭവങ്ങളും നബിതങ്ങളോട്. ഇനി മറ്റൊരു മനോഹരമായ സംഭവം കേൾക്കണോ നമുക്ക്? ഭയങ്കര സംഭവമാണ്. മഹാനായ സൽമാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു, അപാര ജ്ഞാനമായിരുന്നു, അതുപോലെ നല്ല സ്വഭാവമായിരുന്നു, നല്ല മതഭക്തിയായിരുന്നു, നന്നായി നിസ്കരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യും. ഖന്തക്ക് യുദ്ധാവസരത്തിലാണ് സൽമാൻ റളിയല്ലാഹുവിന്റെ ആ ഒരു തന്ത്രാണല്ലോ ഖന്തക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം നൽകിയത്. ആ സമയത്ത് അൻസാരികളായ സ്വഹാബികൾ പറഞ്ഞു, സൽമാൻ ഫാരിസിയാണല്ലോ, പേർഷ്യക്കാരനാണല്ലോ, അവരെ കൂട്ടത്തിലേക്ക് വന്ന ആളാണ്. അപ്പൊ അൻസാരികൾ പറഞ്ഞു, സൽമാൻ ഞങ്ങളെപ്പെട്ട ആളാണ്. അപ്പൊ മുഹാജിറുകൾ വിട്ടുകൊടുത്തില്ല, അല്ലല്ല സൽമാൻ ഞങ്ങളെ കൂടാണ്, സൽമാൻ റളിയല്ലാഹു ഞങ്ങളെ ആളാണ്. മുഹാജിർ പറഞ്ഞ ഞങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പൊ നബി തങ്ങൾ രണ്ട് കൂട്ടരെയും വിളിച്ചു, എല്ലാവരും ഇങ്ങോട്ട് വരി. സൽമാനെ റളിയല്ലാഹു അൻഹു ആരും സ്വന്തമാക്കാൻ ശ്രമിക്കണ്ട, സൽമാൻ ഞങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ സൽമാനു മിൻ അഹ്ലി ബൈത്തി, സൽമാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം കൊണ്ടു ഒരു സ്വഹാബിയോട് പറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഒരു എന്താണ് ഒക്കെ സംഭവം. മഹാനായ അലിയാർ തങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാറ് ലുഖ്മാനുൽ ഹക്കീം എന്നാണ്. ലുഖ്മാനുൽ ഹക്കീം, നമ്മളെ സ്വഹാബികൾക്കിടയിൽ ലുഖ്മാനുൽ ഹക്കീമാണ് സൽമാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ആ സൽമാൻ റളിയല്ലാഹു വഫാത്തായതിനു ശേഷം സൽമാൻ റളിയല്ലാഹുവിനെ പറ്റി അലി റളിയല്ലാഹു പറഞ്ഞതാരാ, അദ്ദേഹം ഞങ്ങളിൽപ്പെട്ട ആളാണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ലുഖ്മാനുൽ ഹക്കീമിനോട് കിടപിടിക്കാൻ അദ്ദേഹത്തെ പോലെ മറ്റൊരാളെ കാണാൻ പ്രയാസമായിരുന്നു. ഐഹിക ജ്ഞാനം, അതായത് ഇവിടെ ദീനിനെക്കുറിച്ചും ദുനിയാവിനെക്കുറിച്ചും പാരത്രിക ജ്ഞാനം, ദീനിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ഒക്കെ കൃത്യമായ വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആദ്യ ഗ്രന്ഥവും അദ്ദേഹം വായിച്ചു, അവസാനത്തെ ഗ്രന്ഥവും അദ്ദേഹം വായിച്ചു. എന്ന് പറഞ്ഞാൽ തൗറാത്തും ഇഞ്ചീലും എല്ലാം അദ്ദേഹം കലക്കി കുടിച്ച് പഠിച്ചു വന്ന ആളായിരുന്നു. വറ്റാത്ത ഒരു സമുദ്രമായിരുന്നു അദ്ദേഹം എന്ന് മഹാനായ അലിയാർ തങ്ങൾ സൽമാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നിൽപ്പെട്ടവനാണെന്ന്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോടുകൂടെ മുത്തുനബിയുടെ കമ്പാനിയൻ സ്വഹാബികൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതിയായി ആദരിച്ചു എന്നാണ്, ഭയങ്കര സ്ഥാനം കൊടുത്തു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവർ ഖലീഫയായിരിക്കുന്ന സമയത്ത് മദീനയിലേക്ക് സന്ദർശനത്തിനെത്തിയ സൽമാൻ റളിയല്ലാഹു അൻഹു ഖലീഫ നൽകിയ സ്വീകരണം വേറൊരാൾക്കും ലഭിച്ചിട്ടില്ല. വരൂ, സ്വഹാബികളെല്ലാവരും വിളിച്ചു, വരൂ നമുക്ക് സൽമാനെ എതിരേൽക്കാം എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാവരെയും കൂട്ടി മദീനയുടെ അതിർത്തി വരെ പോയി. എന്നിട്ട് അവിടുന്ന് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്നു എന്നാണ്, അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സമരയോദ്ധാവും ത്യാഗിയുമായി മഹാനായ സൽമാനുൽ ഫാരിസ് തങ്ങൾ ജീവിച്ചു. അതിനുശേഷം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയും ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൂടെയും ഒടുവിൽ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൂടെയൊക്കെ ജീവിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇഹലോകവാസം വെടിയുന്നത്. ഏതായിരുന്നാലും മഹാനായ ഉമർ തങ്ങളുടെയും ഉസ്മാൻ തങ്ങളുടെയും റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ കാലത്താണ് പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ വെന്നിക്കൊടി പല രാജ്യങ്ങളിലും പറപ്പിച്ചത്. വിജയങ്ങളുടെ കാലഘട്ടം തന്നെ പറയാം. അപ്പോൾ ജിസിയയായും യുദ്ധസ്വത്വമായും ധനം മദീനയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. മഹാനായ ഉസ്മാന്റെ കാലത്തൊക്കെ ഒരുപാട് അങ്ങനെ ഉണ്ടായിരുന്നു, ഉമർദാന്റെ കാലത്തൊക്കെ. അപ്പോൾ ഇതൊക്കെ സഹായധനമായിട്ടും ശമ്പളമായിട്ടൊക്കെ വിതരണം ചെയ്യുകയാണ് ചെയ്തിരുന്നത്.
അപ്പോൾ രാജ്യത്തിൻ്റെ വിസ്തൃതി വലുതാകും തോറും ഭരണ സംവിധാനങ്ങളൊക്കെ വികസിച്ചു, പുതിയ ഗവർണർ പദവികളൊക്കെ വന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഈ സമയത്ത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതാപത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ സൽമാൻ ഫാരിസി ഞങ്ങൾക്ക് നല്ല പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. ആ സമയത്ത് പോലും പല പല ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുമെന്നും പല രീതിയിലും പണം തരാമെന്നൊക്കെ പറഞ്ഞിട്ടും മഹാനായ സൽമാൻ ഫാരിസി തങ്ങൾ കുനിഞ്ഞിരുന്ന് ഈന്തപ്പന നാര് പിരിച്ച് കൊട്ടമെടഞ്ഞ് ആ കൊട്ട വിറ്റിട്ടാണ് മഹാനവരുകൾ ജീവിച്ചിരുന്നത്. മുട്ടോളം കര നിൽക്കുന്ന മുണ്ടെടുത്ത്, അതായത് ഞെരിയാണിയുടെയും കാൽമുട്ടിൻ്റെയും ഇടയിലായിരുന്നു തുണിയുടെ ഭാഗം ഉണ്ടായിരുന്നത്. ആർഭാടം തീരല്ലാതെ, സുഖലോലുപത അത് തീരെ അനുഭവിക്കാതെ, പൊതുഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിവർഷ സഹായധനം 4000-നും 6000-നും ഇടയിലാണെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിൽ നിന്നൊരു കാശ് പോലും സ്വന്തം ആവശ്യത്തിന് എടുക്കാതെ അത് മുഴുവനും പാവങ്ങൾക്ക് കൊടുക്കും. മൂപ്പർക്ക് കിട്ടുമ്പോഴേക്ക് പാവങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക? ഒരു ദിർഹം കൊണ്ട് ഈ നാര് വാങ്ങും, ഈത്തപ്പനയുടെ നാര്. എന്നിട്ട് ആ നാര് കൊണ്ട് പണിയെടുക്കും, കൊട്ടുണ്ടാക്കും. അത് വിറ്റാൽ 3 ദിർഹം കിട്ടും. അതിലൊരു ദിർഹം തൊഴിലിന് തന്നെ മുതൽ മുടക്കും, ഒരു ദിർഹം കുടുംബത്തിന് ചെലവാക്കും, പിന്നെ ഒരു ദിർഹം ധർമ്മം ചെയ്യുന്ന. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഈ ജോലി ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞു, ഭയങ്കരമായ എതിർത്തു. ഇനി ജോലി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ മഹാനവർകൾ പറയണം, ഉമർ തങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ തൊഴിൽ തന്നെ എടുത്ത് ജീവിക്കുമായിരുന്നു എന്ന് പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അബൂദർ തങ്ങളൊക്കെ അവരൊക്കെ ലളിത ജീവിതം നയിച്ചിരുന്നപ്പോൾ നമുക്ക് ചിലപ്പോൾ അറബികളിൽ പലരും അങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയാം. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗം എന്നാണെന്നൊക്കെ പറയാം. എന്നാൽ പേർഷ്യയിൽ നിന്ന് വന്ന ആർഭാടത്തിന്റെയും സുഖലോലുപതയുടെയും നാടായ പേർഷ്യയിൽ നിന്ന് ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ വളർന്ന സൽമാൻ ഫാരിസി തങ്ങൾ അതെല്ലാം കിട്ടിയിട്ടും ഐഹിക വിരക്തിയും പിന്നെ ലളിത ജീവിതമൊക്കെ നയിക്കുമ്പോൾ എങ്ങനെ ഇത് വ്യാഖ്യാനിക്കാം? സമ്പത്തും സുഖമൊക്കെ ഒഴിവാക്കി സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിച്ചൊരു ദിർഹം കൊണ്ട് ദിവസം കഴിക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? പിന്നെ ഗവർണർ പദവി കിട്ടിയപ്പോൾ അത് വേണ്ടാന്നും പറഞ്ഞ് ഓടിയ അദ്ദേഹം, നിനക്ക് മണ്ണ് തിന്നാൻ കഴിഞ്ഞാലും ഒരിക്കലും രണ്ടാളുകളുടെ നായകനായി പോരുതെന്ന് പറയാൻ കാരണം എന്താണ്? യുദ്ധത്തിന് പോകുന്ന സൈന്യത്തിന്റെ നേതൃത്വവും നിർബന്ധ പരിതസ്ഥിതിയിൽ യോഗ്യതയുള്ളവരെ കിട്ടിയില്ലെങ്കിൽ മാത്രം മനസ്സോടെ അതൊക്കെ സ്വീകരിക്കുന്ന, അത് ഭരണമാണെങ്കിലും നേതൃത്വമാണെങ്കിലും എന്തും സ്വീകരിക്കാൻ മാത്രമേ അദ്ദേഹം തയ്യാറായിരുന്നുള്ളൂ. കാരണം പേടിയായിരുന്നു സൽമാൻ തങ്ങൾക്ക്. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം അത് ഭയങ്കരമാണ്. പേടുകൊണ്ട് കണ്ണീർ പൊഴിക്കാറുള്ള അദ്ദേഹം തനിക്ക് അനുവദിച്ച ന്യായമായ സഹായധനം പോലും സ്വീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. കിട്ടിയതാണെങ്കിലോ അത് ദാനം ചെയ്യും. എത്ര സഹായധനം കിട്ടിയാലും, അത് ഒരു അഭിപ്രായത്തിൽ 4000 എന്ന് പറയുന്നുണ്ട്, ഒരു അഭിപ്രായത്തിൽ 5000 എന്ന് പറയുന്നുണ്ട്. അത് 30,000 പേർക്ക് മേധാവിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു തുണി എടുത്താണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്ന ആൾക്കാരോട്. എന്നിട്ട് പകുതി ഉടുക്കാനും പകുതി പുതക്കാനും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സഹായധനം കിട്ടിയാൽ അത് അപ്പം ധർമ്മം ചെയ്യും എല്ലാവർക്കും. എന്തായിരുന്നാലും മഹാനായ സൽമാൻ ഫാരിസി തങ്ങളുടെ ജീവിതം വല്ലാത്തൊരു സംഭവം തന്നെ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കാണാൻ ചെന്നപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു തേങ്ങിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അബൂ അബ്ദുള്ള, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളെക്കുറിച്ച് സംതൃപ്തി അടഞ്ഞിട്ടാണല്ലോ നിബിധങ്ങൾ ഈ ലോകത്തോട് വിടവാങ്ങിയത് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് മഹാനായ സൽമാൻ തങ്ങൾ പറയണം, അല്ലാഹുവാണ് സത്യം, മരണത്തെ പേടിച്ചിട്ടോ ഐഹിക പ്രതിപത്തി കൊണ്ടോ അല്ല ഞാൻ കരയുന്നത്. നബി നമ്മളോടൊരു വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ പങ്ക് ഒരു സഞ്ചാരിയുടെ ഭക്ഷണപ്പൊതി പോലെ ആയിരിക്കണമെന്ന് അവിടെ നിന്ന് നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ടിപ്പോ എത്രയോ വസ്തുക്കളാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഞാനൊക്കെ എന്തൊരു സുഖലോലുപതിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുമായിരുന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു പോയി നോക്കി വീട്ടില്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു തളികയും വെള്ളം എടുക്കാൻ ഒരു പാത്രവും മാത്രമേ സൽമാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് തന്നെ ഓവറാണ് എന്ന് പറയുന്ന ആളായിരുന്നു മഹാനവറുകൾ. അബൂ അബ്ദുള്ള സഅദ് റളിയല്ലാഹു ചോദിക്കാണ്, എനിക്ക് താങ്കളുടെ സന്ദേശം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ സഅദ് റളിയല്ലാഹുവിനോട് സൽമാൻ തങ്ങൾ പറഞ്ഞു, സഅദ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഭരണത്തിലും പിന്നെ നിങ്ങൾ വിതരണം ചെയ്യുകയാണെങ്കിലൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാത്രം അതെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ മദാഇൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗവർണർ സ്ഥാനം ഗത്യന്തരമില്ലാതെ നിർബന്ധിപ്പിച്ചപ്പോൾ സൽമാൻ തങ്ങൾ ഏറ്റെടുത്തിരുന്നു. ആ സമയത്തും ഇതേപോലെ തന്നെ കൂലിയിൽ നിന്ന് ഒരു ദിർഹമും എടുക്കൂല, ഒരു ദിർഹം എടുത്തിട്ട് അതുകൊണ്ട് കൊട്ടമടഞ്ഞിട്ട് അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. വേഷോ സാധാരണക്കാരന്റെ വേഷോ. ഇൻഷാ അല്ലാഹ് ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
ഒരു ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹു പുറത്തിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു, മദാനിലെ ഗവർണറായിരുന്നപ്പോൾ. അപ്പോൾ ഒരു സിറിയക്കാരൻ ഈന്തപ്പഴക്കൊട്ട ചുമന്നിങ്ങനെ വരുന്നുണ്ട്, സൽമാൻ തങ്ങൾ നേരെ ഓപ്പോസിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ മൂപ്പർ നല്ല ഭാരമുള്ള ഈന്തപ്പഴത്തിൻ്റെ കൊട്ടയാണ്. ഭാരം താങ്ങാനാവാതെ വിഷമിച്ച അയാൾ ദരിദ്രനും സാധാരണക്കാരനുമാണെന്ന് തോന്നിക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആളെ കണ്ടപ്പോൾ സന്തോഷിച്ചു. എന്നിട്ട് ഈ കൊട്ട ഒന്ന് ചുമന്നു തരുമോയെന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോൾ സൽമാൻ ഖാനും സമ്മതിച്ചും ചെയ്തു. അങ്ങനെ കൊട്ട ചുമപ്പിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ കൂലി തരാമെന്നൊക്കെ കൊടുക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചുമടേറ്റി സമ്മതിച്ചു. ചുമടേറ്റി ഇങ്ങനെ ഇരുവരും നടന്ന് വഴിക്ക് വെച്ചൊരു സംഘം ഈ ആളുകളെ കണ്ടപ്പോൾ സലാം ചൊല്ലി. എന്നിട്ട് അമീറിനു സലാം എന്ന അവരുടെ ഉത്തരം കേട്ടപ്പോൾ സിറിയക്കാരനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ ആളുകൾ ചില ആളുകൾ വന്നിട്ട് അമീറെ ഞങ്ങളെ ഏറ്റാന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് മദായിനിലെ ഗവർണറാണ് ഈ എൻ്റെ കൊട്ട ചുമക്കുന്ന ആൾ എന്നുള്ളത് സിറിയക്കാരൻ മനസ്സിലാക്കുന്നത്. അതിൽ മൂപ്പർക്ക് ഭയങ്കര ലജ്ജ വന്നു, ആകെ പേടിച്ചു. അയാൾ ക്ഷമാപണത്തോടെ മാപ്പ് പറഞ്ഞുകൊണ്ട് ചുമടിറക്കാൻ പറഞ്ഞപ്പോൾ സൽമാൻ പറഞ്ഞു, വേണ്ട, നിന്റെ വീട് വരെ ഞാനിത് ഏറ്റാന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് അവിടെ, എന്തൊരു സംഭവമാണ് മനസ്സിൽ മഹാനായ സൽമാൻ തങ്ങൾ കരുതിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കി. അതാണ് സാധാരണക്കാരിലെ ഒരു സാധാരണക്കാരാണ്. എന്ത് സ്ഥാനം കിട്ടിയാലും ഞാൻ എന്ന ചിന്ത മഹാനായ സ്വഹാബിക്ക്, നിബിതങ്ങൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞ സ്വഹാബിക്ക് ഇങ്ങനത്തെ ചിന്തന ഉണ്ടാവുന്നെങ്കിൽ നമ്മളൊക്കെ എന്തിനാ അഹങ്കരിച്ച് നടക്കുന്നത്? എന്തിനാ നമ്മുടെയൊക്കെ അഹങ്കാരം? എന്താണ് ഗവർണർ പദവിയോട് ഏറ്റെടുക്കാൻ മടിയെന്നൊക്കെ ചോദിച്ച സമയത്ത് സൽമാൻ ഫാരിസി ഞങ്ങൾ പറയായിരുന്നു, അതിൻ്റെ മുലപ്പാലിൻ്റെ മാധുര്യവും മുലകൂടി നിർത്തിയാലുണ്ടാവണ വിരസതയും എന്നെ അതിൽ നിന്ന് ഒഴിവാക്കാണ്, മാറ്റി നിർത്തുകയാണ് എന്ന്. അതുപോലെ പല സംഭവങ്ങളും, അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെ സൂചിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ട്. ഒരിക്കൽ ഒരാൾ കാണാൻ വീട്ടിൽ വന്നപ്പോൾ സൽമാൻ റഹ്മാൻ പൊടി കുഴക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ വേലക്കാരൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വേലക്കാരൻ ഞാനൊരു ആവശ്യത്തിന് അയച്ചിട്ടുണ്ട്, പിന്നെ ഇനി വേറൊരു ജോലിയും കൂടെ അവനെ ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ എടുക്കുകയാണെന്ന് പറഞ്ഞു. അതേപോലെ സൽമാനിന് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് ചെന്നിട്ട് എങ്ങനത്തെ വീടാണ് ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചു. ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാളോട് വെച്ചു. അപ്പോൾ മൂപ്പർക്ക് സൽമാൻ ഖാനെ നല്ലോണം അറിയാലോ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, വെയിലത്ത് തണൽ നൽകാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ഉപകരിക്കുന്ന, നിങ്ങൾക്ക് നിന്നാൽ തല മുട്ടുന്നതും കിടന്നാൽ കാല് തട്ടുന്നതും ആ ഒരു കെട്ടിടമായിരിക്കാം. അപ്പോൾ സൽമാൻ ഖാൻ അത് നല്ല സന്തോഷമായി, അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. സൽമാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? സ്വകാര്യ സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി സഹധർമ്മിണിയെ ഏൽപ്പിച്ചൊരു കാര്യം, അത് ജൗല എന്ന് പറയുന്ന സ്ഥലം കീഴടക്കുമ്പോൾ കിട്ടിയ ഒരു കസ്തൂരി ഉണ്ടായിരുന്നു. ഒരു കസ്തൂരി തൻ്റെ മരണ ദിവസം സുഗന്ധം പൂശാൻ വേണ്ടി അത് അവരോട് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ഞാനൊരു കോപ്പ വെള്ളത്തിൽ സൽമാൻ ഖാൻ ആ കസ്തൂരി ഇട്ടു. സ്വന്തം കൈക്കൊണ്ട് തന്നെ അത് ശരിക്ക് ചാലിച്ച ശേഷം ഭാര്യയോട് പറഞ്ഞു, ഇതെൻ്റെ ചുറ്റും തളിക്കണം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികൾ വരുമ്പോൾ എൻ്റെ അടുക്കൽ വരും, അവർ ഭക്ഷണം കഴിക്കൂല, സുഗന്ധം അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മലക്കുകൾ വരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടാണ് മഹാനവറുകൾ വഫാത്തായത് എന്നുള്ളതും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുക. കസ്തൂരിയൊക്കെ തെളിച്ച് കഥകടിച്ച് പുറത്തേക്ക് പോകാൻ ഭാര്യയോട് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം അവർ വന്ന് നോക്കിയപ്പോൾ മഹാനായ സൽമാൻ തങ്ങൾ വഫാത്തായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു സ്വഹാബിയെ കുറിച്ച് പറയാം.